ഹലോ, നാഷണൽ ഹൈവേ 66 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണിയിൽ പാലം മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഭാഗങ്ങളാണ് വർക്കുകൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വിശദമായ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളാഞ്ചേരി ബൈപ്പാസ് അത്യാവശ്യം വളരെ അതിവേഗത്തിൽ തന്നെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ തന്നെയാണ്. വളാഞ്ചേരി കഴിഞ്ഞിട്ടുള്ള ഈ ഓണിയിൽ പാലത്തിൻ്റെ അവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതായിട്ടുള്ള സൈഡ് ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഭിത്തികളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വർക്കുകളാണ്, ബ്ലോക്കുകളൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുക്കിലപ്പീടിയ അവിടെ ഒരു ഓവർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ എത്തി നിൽക്കുന്നുള്ളൂ. ഏതായാലും സൈഡ് ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഈ മെയിൻ ആയിട്ടുള്ള 6 വരി പാതയുടെ വർക്കുകളൊക്കെ കുറേ ചെയ്തു വെച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇവിടുന്ന് നമ്മൾ നമ്മുടെ കുറ്റിപ്പുറം വരെയുള്ള ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 50% വർക്കുകൾ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 50% വർക്കുകളൊക്കെ ഉണ്ടാവും. ഏകദേശം പകുതിയോളം വർക്കുകൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബേസിക് ആയിട്ടുള്ള ഈ ഓവർപാസിൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ബേസിക് ലെവലൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. പിന്നെ ഈ ഭാഗങ്ങളിൽ തുടക്ക ഭാഗത്തിൽ കണ്ട ഒരു വളരെ ഒരു കൗതുകമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള അത് മറ്റു പല സ്ഥലത്തും കണ്ട ഒരു ഇത് എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലമായിട്ട് തോന്നുന്നത്, ഈ സർവീസ് റോഡ് പല സ്ഥലത്തും വലിയ രീതിയിലുള്ള വീതി ഇപ്പോൾ ഇല്ല. താൽക്കാലികമാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ പോലും പലപ്പോഴും ഒരു കാറിന് പോകാനുള്ള ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ പല സ്ഥലത്തും. അതായത് വളരെ ഇടുങ്ങിയ ഏരിയ, അതായത് ഒരു ബൈക്ക് യാത്രികനെ പോലും കവർ ചെയ്ത് പോകാനുള്ളൊരു സ്പേസ് പലപ്പോഴും ഇല്ല. അതുകൊണ്ടൊക്കെ ബൈക്ക് യാത്രക്കാർക്കൊക്കെ ഇപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും വലത് സൈഡ് ചേർന്ന് പോവേണ്ട ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. കാരണം അടുത്ത സൈഡിലൂടെ പോകുമ്പോൾ അവർക്ക് മിക്കവാറും സൈഡിലോട്ട് ഇറക്കേണ്ടി വരും. മിക്കവാറും സൈഡ് ഭാഗങ്ങളിൽ ഡ്രെയിനേജിൻ്റെ വലിയ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം 2 വീലേഴ്സിനാകുമ്പോൾ അതൊക്കെ തടഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വലത് സൈഡ് ചേർന്ന് പോകാനുള്ള സാധ്യതയാണ് പലപ്പോഴും കാണുന്നുണ്ട് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിലാണ്. കാരണം ഇടത് ഭാഗത്ത് ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകളോ അല്ലെങ്കിൽ റോഡ് വളരെ ഷോർട്ടായതുകൊണ്ടും ലെഫ്റ്റ് വലത് സൈഡിലൂടെ മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുണ്ടു ഭാഗങ്ങളിലേക്കൊക്കെ മാറി വരേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് 2 വീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറാണ് ഇടത് ഭാഗത്തുകൂടി പോകുന്നത്. അതുകൊണ്ട് തന്നെ പല 2 വീലേഴ്സും വലത് ഭാഗത്തുകൂടി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സേഫ്റ്റി ആയ രീതിയിലാണ് അവരങ്ങനെ പോകുന്നതായിട്ട് തോന്നുന്നത്. എന്തായാലും ഈ വർക്ക് കഴിയുന്നവരെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം, അങ്ങനെയൊക്കെ പല ആളുകളും പോകുന്നത് കാണുന്നുണ്ട്. എന്തായാലും ഈ വർക്കിൻ്റെ പിന്നെ പല ഭാഗത്തും കാണുന്ന ഒരു വലിയൊരു കുറവായിട്ട് തോന്നുന്നത്, ഈ സർവീസ് റോഡ് നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കുളപ്പുറം കൂരിയാട് ഭാഗത്തൊക്കെ കാണേണ്ട വലിയൊരു വിഷയമാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളം കയറിയ ഏരിയയിൽ സർവീസ് റോഡ് വളരെ താഴ്ന്നുള്ള പ്രദേശത്തുകൂടിയാണ് സർവീസ് റോഡ് പോകുന്നത്. മെയിൻ 6 വരി പാത അത്യാവശ്യം ഉയർന്നിട്ട് തന്നെയാണ് പോകുന്നതെങ്കിലും മെയിൻ 6 വരി പാതയിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതകളില്ല. അങ്ങനെയാണെങ്കിലും സർവീസ് റോഡിൽ ഈ കൂരിയാട് ഭാഗത്തൊക്കെ വെള്ളം കയറാനുള്ള നല്ല സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് പോലും സർവീസ് റോഡിൽ വെള്ളം കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഭാഗങ്ങളൊക്കെ തീരെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ചെയ്തു വെച്ചത് വലിയൊരു സങ്കടമായിട്ട് തന്നെ തോന്നുകയുണ്ടായി. എന്തായാലും ഇതിലൊരു ചിന്തയായിട്ട് തോന്നുന്നത്, മിക്കവാറും ആളുകൾ സർവീസ് റോഡിൽ നിന്ന് വിട്ട് മെയിൻ ഹൈവേയിലൂടെ സഞ്ചരിക്കണമെന്നുള്ള രീതിയിലുള്ള വർക്കുകളാണ് കാണുന്നത്. എന്തായാലും സർവീസ് റോഡിന് പല സ്ഥലത്തും അതിന് മാത്രമുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല. എന്തായാലും ബാക്കിയുള്ള ഏരിയകളിലൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് എന്ന് പറയുന്നത് നിലവിൽ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ തന്നെ പോവുകയാണ്. അപ്പോൾ ഹൈറ്റ് കുറക്കുന്നില്ല, കൂട്ടുന്നുമില്ല, ഉയർത്തുന്നുമില്ല, താഴ്ത്തുന്നുമില്ല. അതുപോലെ വളവുകൾ മാത്രം കുറച്ചിട്ട് പോകുന്ന സിറ്റുവേഷനാണ് നിലവിലുള്ളത്. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും കൂരിയാട് പോലുള്ള വെള്ളം കയറാൻ സാധ്യതയുള്ള ഏരിയകളൊക്കെ ഒരു ഹൈറ്റ് കൂട്ടിക്കൊണ്ട് പോവേണ്ട ഒരു ഉത്തരവാദിത്വം ഈ
റോഡ് വർക്കിനുണ്ടായിരുന്നു. അത് ചെയ്യാത്തത് വലിയ സങ്കടമായി തോന്നി. കാരണം 2018-ലും 20-ലും വെള്ളം കയറിയ ഏരിയയിൽ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളും പല കാലങ്ങളിലും വെള്ളം കയറുന്ന കൂരിയാട് ഭാഗത്തെ പ്രദേശം പോലുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡ് ഹൈറ്റിലായി കൊണ്ടുവരാത്ത വലിയൊരു ഒരു ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതായാലും അങ്ങനത്തെ കുറച്ച് കുറവുകൾ കാണുന്നുണ്ട്. പിന്നെ സർവീസ് റോഡ് 7 മീറ്ററൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചില സ്ഥലത്തൊക്കെ അത് 7 മീറ്ററിൽ കുറഞ്ഞതായിട്ട് രീതിയിൽ കോൺക്രീറ്റ് ചെയ്തതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ അതിൻ്റെ 7 മീറ്റർ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കാം നമുക്ക്. ബാക്കിയുള്ള മെയിൻ ഹൈവേ പാത, മെയിൻ 6 വരി പാതയുടെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളും കണിശമായിട്ടുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും സർവീസ് റോഡ് പല സ്ഥലത്തും ആ രീതിയിലുള്ള ഇത് കൊടുത്തതായി കാണുന്നില്ല. ഇനി ചിലപ്പം ബാക്കിയുള്ള വർക്കുകളിലൊക്കെ ഇനി വരാനുണ്ടാവാം. ഈ ഒരു ഭാഗത്ത് ടോട്ടലി നോക്കുമ്പോൾ ഇപ്പോൾ പാണ്ടികശാല, അതുപോലെ തന്നെ പെരുമ്പറമ്പ്, ഈ ഭാഗങ്ങളിലുള്ള വർക്കുകളാണ് കുറച്ച് ഒരുപാട് റിസ്ക് ആയിട്ട് വർക്ക് നടന്ന ഏരിയ ആയിട്ട് തോന്നുന്നത്. കാരണം പാണ്ടികശാലയൊക്കെ വലിയ കുന്ന് നിരത്തിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പെരുമ്പറമ്പിലും വലിയ രീതിയിലുള്ള കുന്നുകൾ ഇടിച്ച് അതിൻ്റെ താഴ്ത്തിയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ 2 ഭാഗത്താണ് വളരെ റിസ്ക് ആയിട്ടുള്ള ഈ ഏരിയയിൽ വർക്ക് നടന്നതായിട്ട് മനസ്സിലാകുന്നത്. പിന്നെ മൂടാലിൽ ഒരു ഓവർപാസിൻ്റെ വർക്കും, അതുപോലെ തന്നെ പയ്യന്നൂർ അബുദാബിപ്പടി ഏകദേശം ഒരേ ഏരിയനാണ്. അവിടെ ഒരു അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ വർക്ക് നടന്നിരുന്നു. അണ്ടർപാസിൻ്റെ വർക്ക്. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് അണ്ടർപാസുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ മെയിൻ ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയത് ഈ പാണ്ടികശാല, അതുപോലെ തന്നെ പെരുമ്പറമ്പ്, ഈ ഭാഗങ്ങളിലുള്ള വർക്കുകൾ വലിയ ഒരു റിസ്ക് ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പള്ളിപ്പടിയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പള്ളിപ്പടിയിലൊക്കെ വർക്കുകൾ കുറേ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ കുറേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മറുഭാഗത്തുള്ള ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ട് ഇതിലൂടെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ട് മറുഭാഗത്തുള്ള വർക്കുകൾ വരാനാണ് സാധ്യത കാണുന്നത്. പിന്നെ കാര്യമായിട്ട് വർക്കുകൾ വരുന്നത് നമ്മുടെ കുറ്റിപ്പുറം ഓവർ ബ്രിഡ്ജ്, അതായത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ പിന്നെ പുരോഗതി എത്തിയായി കാണുന്നില്ല. അധികം തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അധികം കാലമായിട്ടില്ല എന്ന് തോന്നുന്നു തുടങ്ങിയിട്ട്. എന്തായാലും വലിയൊരു പുരോഗതി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കാണുന്നില്ല. തുടങ്ങിയ പോലെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന നേരെ ആയിട്ടുള്ള ഒരു ROBിൻ്റെ വർക്കുമാണ് കാണുന്നത്. എന്തായാലും ഈ ഭാഗത്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കുകളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 50% വർക്കുകളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള NH66 ഏകദേശം ഒരു 2026 ആകുമ്പോഴത്തിന് കംപ്ലീറ്റ് ആവുമെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2025 ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തിന്, അല്ലെങ്കിൽ 2025 ലാസ്റ്റ്, അല്ലെങ്കിൽ 2026 തുടക്കമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഫുൾ കംപ്ലീറ്റ് ആവേണ്ടതാണ്. എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.